നമസ്തേ. ഈ വോളിയിലേക്ക് 28ാമത് വോളിയത്തിലേക്ക് സ്വാഗതം. ജലരാശികളെയും നിർജ്ജല രാശികളെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. ശുഷ്ക രവികുജ സൗര ഭൃഗു ചന്ദ്രമസൗ ജലാത്മകവും ഭവതഃ ആശ്രയകവും ഗുരു സൗമ്യാവും ബലിനാവിത്യുക്ത ആചാര്യ. കൃഷ്ണ 4-ാം അധ്യായത്തില് 1-ാമത്തെ ശ്ലോകത്താണ് പറയും. സൂര്യനും ചൊവ്വയും ശനിയും ജലമില്ലാത്ത ശുഷ്കഗ്രഹങ്ങളാകുന്നു. ശുക്രനും ചന്ദ്രനും ജലഗ്രഹങ്ങളുമാകുന്നു. വ്യാഴവും ബുധനും ഏത് രാശിയെ ആശ്രയിക്കുന്നുവോ അതനുസരിച്ച് ജലഗ്രഹമോ ശുഷ്കഗ്രഹമോ ആയിത്തീരും. അവർ ബലവാന്മാരോ ബലഹീനന്മാരോ ആയാലും അവരുടെ അവസ്ഥ അവർ ആശ്രയിച്ച രാശിക്ക് അനുസരണമാകും. അങ്ങനെ വ്യാഴം ബുധൻ ഇവര് ഏത് രാശിയെ ആശ്രയിക്കുന്നു അതിനനുസരിച്ചായിരിക്കും ജലമുണ്ടോ ജലമില്ലേ എന്നുള്ളത് തീരുമാനിക്കുന്നു. എന്നാൽ ശനി ചൊവ്വ സൂര്യൻ ഇവര് ശുഷ്കഗ്രഹങ്ങളാണ്, അവര് ജലം ഇല്ല. ചന്ദ്രനും ശുക്രനുമാണ് ജലഗ്രഹം. നഷ്ടപ്രശ്നം മുതലായ വർണ്ണങ്ങളും ശുഷ്കജല രാശികളും നോക്കാം. ജലരാശികൾ നമുക്കറിയാം. വൃശ്ചിക വിഷ കർക്കടക സപ്തമഗൃഹ മകര മത്സ്യകുംഭധര സജല രാശിശ്വേതേ വിജല ശേഷ സമാഖ്യാത എന്നിങ്ങനെ 2-ാം ശ്ലോകത്തിൽ പറയണം. അതിലെന്താ പറയണത്? ജലരാശികളെയും നിർജ്ജല രാശികളെയും പറയുന്നു. കർക്കടകം വൃശ്ചികം മീനം, ഇടവം തുലം, മകരം കുംഭം എന്നീ 7 രാശികൾ ജലമുള്ളവയാണ്. ബാക്കിയുള്ള മേടം മിഥുനം ചിങ്ങം കന്നി ധനു, മേടം മിഥുനം ചിങ്ങം കന്നി ധനു എന്നീ 5 സ്ഥലരാശികളാണ്. ഇതറിയുന്നതിന്റെ പ്രയോജനം കിണർ കൊഴുക്കുന്നതിനെ പറ്റി ചോദിക്കുമ്പോഴാണ്. ആരൂഢം ജലരാശിയായി ജലഗ്രഹങ്ങളിൽ നിന്നാൽ ചിന്തിച്ച സ്ഥലത്ത് ധാരാളം വെള്ളമുണ്ടെന്ന് പറയണം. സ്ഥലരാശിയിൽ ജലഗ്രഹം നിന്നാൽ ഭൂമിയിൽ മുകളിൽ ജലമുണ്ട്. കൃഷിക്ക് ആവശ്യത്തിന് പറ്റും. കിണർ കുഴിച്ചാൽ വെള്ളം കണ്ടാലും അത് വേനൽക്കാലത്ത് വറ്റിപ്പോകും. താഴെ ഭൂമിക്കടിയിൽ വെള്ളമില്ല. സ്ഥലരാശിയിൽ ശുഷ്കഗ്രഹം നിന്നാൽ അവിടെ ചിന്തിക്കുന്ന ഭൂമിയിൽ വെള്ളമില്ല. കൃഷിക്കുമില്ല, കിണറ്റിലുമില്ല. വർഷപ്രശ്നത്തിലും ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ന് മഴ പെയ്യുമോ എന്ന പ്രശ്നത്തിലും ഇതേ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഫലം പറയും. ഒരു പശുവിനെ വാങ്ങാൻ പോകുന്നു, അത് പാലുള്ള ജാതിയാണോ, അധികം പാല് കിട്ടുമോ എന്ന പ്രശ്നത്തിലും ഈ നിയമപ്രകാരം തന്നെ പറയണം. വർഷപ്രശ്നത്തിലോ പാലിന്റെ പ്രശ്നത്തിലോ പ്രേക്ഷകൻ വെള്ളത്തിനടുത്ത് നിന്ന് ചോദിച്ചാലും നനഞ്ഞ വസ്ത്രമെടുത്ത് ചോദിച്ചാലും വെള്ളം നോക്കി നിന്ന് ചോദിച്ചാലും മഴയുണ്ടാകുമെന്ന് പറയാം. ആ സമയത്ത് കേൾക്കുന്ന ശബ്ദം ഉണ്ട്, അതെ, അല്ല, ഇല്ല എന്നിങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ അതനുസരിച്ച് പറയണം. ആരൂഢത്തിൽ സൂര്യനോ ചൊവ്വയോ ശനിയോ നിന്നാൽ വെള്ളമില്ല എന്ന് പറയാം. ശനി നിന്നാൽ മേഘം കാറ്റടിച്ചു പോകും. ചൊവ്വ നിന്നാൽ ഇടിമിന്നലുണ്ടാകും, മഴ പെയ്യില്ല. ബുധദ്രേക്കാണങ്ങളും ഉദിച്ചാലും മഴയില്ലെന്ന് പറയണം. എന്നാൽ ബുധൻ ജലരാശിയിൽ നിന്നാലും ജലദ്രേക്കാണങ്ങളിൽ നിന്നാലും വർഷമുണ്ട്, ജലമുണ്ട്. ഈ വിധം തന്നെ വ്യാഴത്തെ കൊണ്ട് പറയാം. വ്യാഴം ബുധൻ എന്നിവര് ഏത് രാശിയെ ആശ്രയിക്കുന്നു ആ രാശിയുടെ ഫലമാണ് നൽകാന്ന് പറയും. ശുഷ്കരാശിയിൽ ചന്ദ്രനോ ശുക്രനോ നിന്നാൽ ഭൂമിയുടെ മുകൾ ഭാഗത്ത് വെള്ളമുണ്ട്. കിണർ കുഴിച്ചാൽ വെള്ളമില്ല. അങ്ങനെയാണ്. ശുഷ്കരാശി വെച്ചാൽ ഈ നേരത്തെ ജലരാശികളല്ലാതെ പറഞ്ഞു. ജലരാശിയിൽ ശുഷ്കഗ്രഹം നിന്നാൽ മുകൾ ഭാഗത്ത് വെള്ളമില്ല. എന്നാൽ കിണർ കുഴിച്ചാൽ വെള്ളമുണ്ടാകും. ശുഷ്കരാശിയിൽ ചൊവ്വ നിന്നാൽ കുളപ്പാറ മൂലം കുഴിക്കാൻ വിഷമുണ്ടാകും, അല്ലെങ്കിൽ ചെങ്കല്ലാകും. ശനി നിന്നാൽ കരിങ്കൽ പാറ വിരിഞ്ഞിരിക്കുന്നതിനാൽ വെള്ളമില്ല. അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കിണർ കുഴിക്കുക എന്നുള്ള വിഷയത്തിൽ എൻ്റെ വളപ്പില് പിന്നെ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുമോ, എത്ര അടിക്ക് കിട്ടും എന്നിങ്ങനെയുള്ള ചോദ്യത്തിൽ ഈ ആരുടെ കൊണ്ട് പറയേണ്ട കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഉദയരാശി കൊണ്ടല്ല പറയേണ്ടത്. കാരണം കിണർ കുഴിക്കുക എന്നുള്ളത് കുഴിക്കണതിനെ പറ്റിയല്ല, കുഴിച്ചാൽ വെള്ളം ഉണ്ടാകുമോ എന്നുള്ളത് പരമായിട്ടുള്ള നിസർഗമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ആരുടെ കൊണ്ടാണ് ഈ വിഷയത്തില് ചിന്ത ചെയ്യേണ്ടത്. നടക്കാൻ പോകുന്ന സംബന്ധിച്ച കിണർ കുഴിക്കലാണ്, പക്ഷെ വെള്ളം ഉള്ളത് അവിടെ നിസർഗമായിട്ട് തന്നെ മുമ്പേ ഉള്ളതാണ്. അതുകൊണ്ടാണ് ആരോടും കൊണ്ട് ചിന്തിച്ച് പറയണം എന്ന് പറഞ്ഞത്. ആരോടും കൊണ്ട് 4-ാം ഭാഗത്തില്
നാലാം ഭാവത്തെ ചിന്തിച്ച് ആ വൃശ്ചകൻ താമസിക്കുന്ന വീട്ടിലോ അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഭൂമിയിലോ വെള്ളമുണ്ടോ ഇല്ലയോ എന്നുള്ള ചിന്തിച്ച് പറയേണ്ടത് നാലാം ഭാവമുണ്ട്. അങ്ങനെ ആ വിഷയത്തിൽ അവസാനിച്ചു. നമസ്കാരം.